അപ്പൊ 7-8-9 സമ്മേളനത്തിന്റെ വിളംബര ജാഥ ആഗസ്റ്റ് 1 രണ്ട് ജാഥകളായിട്ടാണ് വരുന്നത്. ഒന്ന് തീരദേശ മേഖല ജാഥ, മറ്റൊന്ന് മലയോര ജാഥ. അപ്പൊ ഈ ജാഥയുടെ പ്രധാന ലക്ഷ്യം വെച്ചാൽ കേരള പ്രവാസി സംഘത്തിന്റെ ഈ സമ്മേളനത്തിന്റെ വിളംബരമാണത്. അതിന്റെ കൂടെ തന്നെ ഇന്ന് പ്രവാസി സമൂഹം നേരിടുന്ന ഒരുപാട് വെല്ലുവിളികളുണ്ടാകും. വിശിഷ്യ ഈ പശ്ചിമേഷ്യൻ വാറ്, ഇറാൻ യുദ്ധം, വലിയ രൂപത്തിലുള്ള സാമ്പത്തിക മാന്ദ്യം നമുക്ക് റെമിറ്റൻസ് ഇക്കോണമിയിൽ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത്. അതിന്റെ കൂടെ തന്നെ ആഗോള തലത്തിൽ വന്നിട്ടുള്ള സാമ്പത്തിക മാന്ദ്യവും ഈ കുടിയേറ്റം തന്നെ പല സ്ഥലങ്ങളിലും വലിയ രൂപത്തിൽ പ്രതിരോധിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഇപ്പോൾ. വലിയ ചാലഞ്ചാണ് ഇപ്പൊ ഈ പ്രവാസ മേഖല നടക്കുന്നത്. ആധുനിക പ്രവാസം എന്ന് പറയുന്നത് തന്നെ 70-കളുടെ പ്രവാസം എന്ന് പറഞ്ഞാൽ 60-കളുടെ പ്രവാസം എന്ന് പറഞ്ഞാല് നമ്മള് GCC രാജ്യങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തോട് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റും. ഇപ്പൊ അതിന് പകരം ഷോർട്ട് ടേം എംപ്ലോയ്മെന്റ് പ്രവാസമാണ് ഇപ്പൊ നടക്കുന്നത്. മറ്റൊന്ന് വലിയ രൂപത്തിൽ നടക്കുന്ന സ്റ്റുഡന്റ് മൈഗ്രേഷൻ പോകുന്നത്. അപ്പൊ ഇതൊക്കെ തന്നെ വലിയ ചാലഞ്ച് വരുന്നുണ്ടാവും. അപ്പൊ ഇതിനൊക്കെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു സംഘടനാ ശക്തി പ്രവാസികള് നേടേണ്ടതുണ്ട്. അതിന്റെ മുന്നോടിയായിക്കൊണ്ടാണ് ഈ സമ്മേളനത്തിൽ ഈ വൈവിധ്യങ്ങളായിട്ടുള്ള വിഷയങ്ങൾ 3 ദിവസം നല്ല രൂപത്തിൽ ചർച്ച ചെയ്തുകൊണ്ട് അതിനെ അഭിമുഖീകരിക്കുന്ന ആ പ്രതിസന്ധികളെ അതിജീവിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള രൂപരേഖ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ സമ്മേളനത്തിന്റെ പ്രാഥമിക ലക്ഷ്യം. സമ്മേളനം 7-ാം തീയതി അതിന്റെ സെമിനാറോട് കൂടിയിട്ട് 3 മണിക്കാണ് തിരൂര് ടൗൺ ഹാളിൽ ആരംഭിക്കുന്നത്. വിദ്യാരാമനും അതുപോലെ തന്നെ ഡോക്ടർ ജലീല്, മുഹമ്മദ് റിയാസ് തുടങ്ങിയവരാണ് ആ സെമിനാറിൽ പങ്കെടുക്കുന്നതാണ്. 8-ാം തീയതി അതിന്റെ പൊതു സമ്മേളനം EP ജയരാജനാണ് ഉദ്ഘാടനം ചെയ്തത്. 9-ാം തീയതി ഏകദേശം ഒരു 15,000-ഓളം പ്രവാസികളുടെ പ്രകടനം. അതില് ആ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ്. In the heart of Malappuram, with traditions weave seamlessly into modernity, KMT tells a story of unity. Redefining beauty, transforming generation. KMT Silks, Perinthalmanna and Kottakkal.